ഹായ് ഹലോ. അപ്പം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോഴേ നമ്മുടെ ജീവിതത്തിലുണ്ടല്ലോ, നമുക്ക് ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മുടെ ജീവിതത്തിൽ ഒരാളെ വിശ്വസിക്കാൻ പറ്റിയ ഒരു കൂട്ട് നമുക്കുണ്ടാകുന്നു എന്നുള്ളത് അല്ലേ. അതിപ്പം ഫ്രണ്ട് ആയിക്കോട്ടെ, പിന്നെ എന്താ പറയുക, ഹസ്ബൻഡ് ആയിക്കോട്ടെ, വൈഫ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ആരുമായിക്കോട്ടെ, ആരും ആയിക്കോട്ടെ. പക്ഷെ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗ്യം എന്ന് തന്നെ പറയാം. നമ്മുടെ കൂടെ നടക്കുന്ന ആൾ നല്ല വിശ്വാസമുള്ള ആളായിരിക്കണം. അതുപോലെ തന്നെ എന്താ പറയുക, കള്ളവും ചതിയും ഒന്നും ഇല്ലാതെ നമ്മളെ നല്ല രീതിയിൽ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന നല്ലൊരു ആളായിരിക്കണം എന്നൊക്കെയുള്ളൊരു നമുക്കെല്ലാവർക്കും ഉള്ളൊരു ആഗ്രഹമാണല്ലേ. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരുടെ, വിശ്വസിക്കാൻ പറ്റുന്ന ആൾക്കാരുടെ കുറച്ച് ഗുണങ്ങൾ ഞാൻ പറയാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ അതിനെക്കുറിച്ചാണ്. അപ്പം നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പം വീഡിയോയിലേക്ക് പോകാം. വിശ്വസിക്കാൻ പറ്റുന്നവരുടെ ഒന്നാമത്തെ ഒരു ഗുണം എന്താണെന്ന് ഞാൻ പറയട്ടെ. ഈ കൂട്ടർക്ക് മനസ്സിൽ കളങ്കമില്ല. എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ അത് നമ്മുടെ അടുത്ത് അത് തുറന്നു പറയും. കാരണം ഒന്നും മനസ്സിൽ വെച്ച് പെരുമാറാൻ അവർക്ക് അറിയാൻ വയ്യ. എന്തെങ്കിലും ഒരു കാര്യങ്ങൾ അവിടെ മനസ്സിൽ അവർക്ക് എന്തെങ്കിലും ഒരു കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ അത് നമ്മളോടത് അവർ തുറന്നു പറയും, അത് ഷെയർ ചെയ്യും. പിന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്, എന്താണ് എന്നൊക്കെയുള്ള ഒന്ന് ഷെയർ ചെയ്യും. അതൊക്കെ മനസ്സിൽ ഒന്നും അതായത് മനസ്സിൽ ദേഷ്യമോ വൈരാഗ്യ ബുദ്ധിയോ ഒന്നും ഇല്ലാത്ത ആൾക്കാരുടെ ഒന്നാമത്തെ ലക്ഷണമാണത്. കാരണം ഇപ്പം ഇച്ചിരി കുശുമ്പൊക്കെ ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ മനസ്സിൽ ഉള്ളത് മനസ്സിൽ തന്നെ വെക്കും. അവരോടത് പറഞ്ഞാൽ ശരിയാവില്ല, അത് എങ്ങനെ അവരെടുക്കുന്നതെന്ന് അറിയത്തില്ല. പിന്നെ എന്താ പറയുക, ചിലപ്പം നല്ല കാര്യങ്ങളാണെങ്കിൽ അവരോട് പറഞ്ഞാൽ ചിലപ്പോൾ നടന്നില്ലെങ്കിലോ അങ്ങനെയൊക്കെയുള്ളൊരു മനസ്സും ഭാവമൊക്കെ ഈ കുശുമ്പൊക്കെ ഉള്ളവർക്കൊക്കെ വരും. അതേസമയം കളങ്കമില്ലാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ എന്തായാലും എനിക്കൊരു നല്ല കാര്യം വരുന്നുണ്ട്, അതെനിക്ക് എൻ്റെ ഫ്രണ്ടിനോട് അല്ലെങ്കിൽ ആരോടാണെന്ന് വെച്ചാൽ അവരോട് ഷെയർ ചെയ്യണം, അവർ അഭിപ്രായം എന്താണെന്ന് അറിയണം എന്നും പറഞ്ഞുകൊണ്ട് ആ വ്യക്തി നമ്മളിലേക്കത് പാസ് ചെയ്യും. അപ്പം ഒന്നാമത്തേന്ന് വെച്ചാൽ കളങ്കമില്ലാത്ത സ്വഭാവമാണ്. അതായത് മനസ്സിലൊന്നും വെക്കാത്ത ഒരു സ്വഭാവമുള്ള ആൾക്കാരാണ് ഒന്നാമത്തെ ആൾക്കാർ. അടുത്ത ലക്ഷണം എന്ന് വെച്ചാൽ ഇവരുടെ ദേഷ്യം വന്ന് പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല. ദേഷ്യം വന്നു കഴിഞ്ഞാലുണ്ടല്ലോ, പുറമെ എന്തെങ്കിലും ദേഷ്യം ഉണ്ടെങ്കിൽ അത് മൂടി പിടിച്ചൊന്നും വെക്കത്തില്ല, പുറമെ ആ ദേഷ്യം പ്രകടിപ്പിക്കും. അതാണ് ഈ നല്ല സ്വഭാവമുള്ളവരുടെ ഒരു എന്താ പറയുക, ഒരു രണ്ടാമത്തെ ഒരു ഗുണമെന്ന് പറയുന്നത് അതാണ് കേട്ടോ. ദേഷ്യം വന്നു കഴിഞ്ഞാൽ അവർ അത് പ്രകടിപ്പിക്കും. ഇപ്പം നമ്മളോട് എന്തെങ്കിലും ഒരു ദേഷ്യം ഉണ്ടെങ്കിൽ അത് മനസ്സിൽ വെച്ചിട്ട് അത് മനസ്സിൽ വെച്ച് പെരുമാറുകയോ അങ്ങനെയൊന്നും ചെയ്യത്തില്ല. നീ എന്തിനാണ് അത് ചെയ്തത് തെറ്റാണ്, അതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് മുഖത്ത് നോക്കി സംസാരിച്ച് ആ ദേഷ്യം അവിടെ വെച്ച് അവരത് തീർക്കും. പിന്നീട് മനസ്സിലൊന്നും വെക്കില്ല. ഇങ്ങനെയുള്ള കിട്ടുന്ന സുഹൃത്തുക്കളെ ആയാലും ഒക്കെ നമുക്ക് പരമാവധി കുറവാണ് കേട്ടോ. ഇങ്ങനെയൊക്കെ ഉള്ളവരെ കൂടെ പിടിച്ചോ, കട്ടയ്ക്ക് കൂടെ പിടിച്ചോ, നല്ല ഫ്രണ്ട്സ് ആയിരിക്കും അവരൊക്കെ. മൂന്നാമത്തെ ലക്ഷണം എന്ന് വെച്ചാലുണ്ടല്ലോ, പെട്ടെന്ന് ഇവർക്ക് സങ്കടം ഉണ്ടാകും. ഇപ്പം നമ്മുടെ ഭാഗത്തുനിന്നും ഒരു ചെറിയൊരു മിസ്റ്റേക്ക് എന്തെങ്കിലും പറ്റുവാണെങ്കിൽ, എന്തെങ്കിലും ഒരു പറയുന്ന ഒരു വാക്കിനകത്ത് എന്തെങ്കിലും ഒരു പാളിച്ച വീഴുകയാണെന്നുണ്ടെങ്കിലുണ്ടല്ലോ, ഇവർ പെട്ടെന്ന് ഇവർക്ക് സങ്കടം ഉണ്ടാകും. കാരണം പിന്നെ അങ്ങനെ അത് പറഞ്ഞല്ലോ, അത്രയ്ക്ക് ഒരു അറ്റാച്ച്മെൻ്റ് ആയിരിക്കും നമ്മളോട് അവർ കാണിക്കുന്നത്. അതാണ് അവർക്ക് പെട്ടെന്ന് അവർക്കത് സങ്കടം ഉണ്ടാകും. അതാണ് മൂന്നാമത്തെ അടയാളം ഇവരുടെ. അതുപോലെ തന്നെ ഈ കൂട്ടരുണ്ടല്ലോ, നമ്മളോട് ഒരുപാട് സംസാരിക്കും. എന്താ പറയുക, നല്ല കെയറിങ്ങും കാര്യങ്ങളും തരും. നമ്മളോട് നല്ല രീതിയിൽ ഒരുപാട് നമ്മളോട് സംസാരിക്കും. നമ്മുടെ കാര്യങ്ങളെല്ലാം തിരക്കി അതിനെല്ലാം നമ്മുടെ കൂടെ എപ്പോഴും കട്ടയ്ക്ക് ചങ്ക് പോലെ കൂടെ നിൽക്കും. നമ്മളിപ്പോൾ ഒരു കാര്യം അവരോട് പറയേണ്ട ആവശ്യമില്ല. നമുക്ക് എന്താണ് പ്രശ്നമെന്ന് അവർ തന്നെ നമ്മളിൽ നിന്ന് മനസ്സിലാക്കിയിട്ട് നമുക്ക് ആ പ്രശ്നത്തിനുള്ള സൊല്യൂഷൻ അവർ തന്നെ കണ്ടെത്തി തരും. ഇങ്ങനെയൊക്കെയാണ് നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ആൾക്കാരുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് കേട്ടോ. അങ്ങനെ ആരെങ്കിലുമൊക്കെ നിങ്ങളുടെ ഫ്രണ്ട്സോ ആയിട്ട് ആരെങ്കിലുമൊക്കെ നിങ്ങളുടെ കൂട്ടത്തിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരെ വിട്ട് കളയരുത്, കൂടെ പിടിച്ചു അവരെ ഏറ്റവും മരണം വരെ നിങ്ങൾക്കുള്ള ഏറ്റവും വലിയൊരു ഭാഗ്യം തന്നെ ആയിരിക്കും എന്നാണ് ഞാൻ പറയുന്നത് കേട്ടോ. ഈ ഭാഗ്യമൊന്നും ആർക്കും കിട്ടത്തില്ല, ഈ 100-ൽ 50% ആൾക്കാർക്ക് മാത്രമേ കിട്ടത്തുള്ളൂ. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാർ നിങ്ങളുടെ കൂട്ടത്തിലുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണം കേട്ടോ. അപ്പം ഇന്നത്തെ വീഡിയോസ് ഇത്രയുള്ളൂ. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ ബൈ, സീ യു.